നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെണ്ടുമല്ലികപ്പൂക്കളുടെ വർണ്ണപ്പകിട്ടേകി കോട്ടയം മോനിപ്പള്ളി ചീങ്കല്ലേൽ സെന്റ് തോമസ് LP സ്കൂൾ. സ്കൂൾ അങ്കണവും പ്രവേശന വഴിവീഥികളും ബന്ദിപ്പൂക്കളുടെ സൗരഭ്യം നിറഞ്ഞിരിക്കുകയാണ്. ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ മനോഹാരിത പകർന്ന് ഇളങ്കാറ്റിൽ ആടി ഉലഞ്ഞ് ആടുന്ന പൂക്കൾ ആരുടെയും മനം കവരും. സ്കൂളിലെത്തുന്നവർ ആദ്യം കാണുന്നത് സ്കൂളിന്റെ പ്രവേശന വഴിയുടെ ഇരുവശത്തും വർണ്ണ പകിട്ടാർന്ന് വിരിഞ്ഞു നിൽക്കുന്ന ബന്ദിത്തോട്ടമാണ്. സ്കൂൾ മാനേജറും ചീങ്കല്ലേൽ സെന്റ് തോമസ് പള്ളി വികാരിയുമായ ഫാദർ ജോൺ പൊതിയിട്ടേലിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ടിൽ മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ പ്രഥമ അധ്യാപകൻ ജോസ് രാഗാദ്രിയുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം പൂർണ്ണ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നവർ വ്യക്തമാക്കി. എന്തായാലും ആ മനോഹര ദൃശ്യങ്ങൾ കാണാം. പ്രദേശങ്ങളുമൊക്കെ മനോഹരമായ ഇഞ്ചി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും കൊണ്ടെല്ലാം നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മത്സ്യകൃഷിയിലും വളരെ നല്ല രീതിയിൽ മത്സ്യകൃഷി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് മാസം മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ 2000 ചെണ്ടുമല്ലി തൈകൾ വളർന്ന് മനോഹരമായ പൂന്തോട്ടമായി മാറിയിരിക്കുകയാണ്. ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ ആരുടെയും മനം കവരും. അതുകൊണ്ട് തന്നെ പള്ളിയിലും സ്കൂളിലും എത്തുന്ന വിശ്വാസികളും രക്ഷിതാക്കളുമെല്ലാം ഇവിടെ നിന്ന് ചിത്രം പകർത്തിയാണ് മടങ്ങുന്നത്. പുറമെ നിന്നും ബന്ദിപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സന്ദർശകർ എത്തുന്നുണ്ട്. ഇളങ്കാറ്റിൽ ആടി ഉലയുന്ന പൂക്കളിൽ തേനീച്ചയും ചിത്രശലഭവും തുമ്പിയുമെല്ലാം പാറിപ്പറന്ന് നടക്കുന്നത് കുട്ടികൾക്കും ഒപ്പം മുതിർന്നവർക്കും ആനന്ദം നൽകുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറിലാണ് ബന്ദി കൃഷി നടത്തുന്നത്. ഫാദർ ജോൺ പൊതിയിട്ടയിലും കുട്ടികളുമാണ് പൂന്തോട്ടത്തിന്റെ പരിപാലന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം അധ്യാപകരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നുണ്ട്. സ്കൂളിലെ ബന്ദി പൂന്തോട്ടം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സന്ദർശിച്ചിരുന്നു. ഓണത്തിന് സ്കൂളിലെ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന ബന്ദിപ്പൂക്കൾ മാർക്കറ്റിൽ വിൽപ്പന നടത്താനാണ് തീരുമാനം. ബന്ദി കൃഷിക്ക് പുറമെ ഇഞ്ചി, പയർ എന്നീ കൃഷിയുമുണ്ട്. കഴിഞ്ഞയിടെ ക്യാബേജ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.